നമസ്കാരം, എല്ലാവർക്കും അണ്ടർ ഹോപ്പ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചന്ദ്രയാൻ 3 കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്റെ പേര് ആന്റണി രാജ്. അപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് സെലനോളജി. നമുക്കറിയാം അല്ലെ, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സെലനോളജി എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ മനുഷ്യൻ കാൽ കുത്തി, അല്ലെ? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത് 1969 1969 ജൂലൈ മാസം 21 തീയതി ആയതുകൊണ്ടാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ജൂലൈ 21 ചാന്ദ്ര ദിനം എന്ന് ചോദിച്ചാൽ അത് ജൂലൈ 21. ഓക്കെ, ശരി. അപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരാം. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഈ 3 ദൗത്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരേ ഒരു വിക്ഷേപണ കേന്ദ്രമാണുള്ളത്. അതാണ് ശ്രീഹരിക്കോട്ട. അല്ലെ, ശ്രീഹരിക്കോട്ട എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യക്ക് ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണുള്ളത്. അതാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്ന് അറിയപ്പെടും. അമേരിക്കയുടെ വിക്ഷേപണ കേന്ദ്രമാണ് കെന്നഡി. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. അത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സ്ഥലമാണ് ആദ്യം പറഞ്ഞത് ശ്രീഹരിക്കോട്ട. ഇത് അറിയപ്പെടുന്ന പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ISROയുടെ മുൻ ചെയർമാനാണ് സതീഷ് ധവാൻ എന്ന് പറയുന്നത്. അപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് ഏതറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് ഒരേ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഉള്ളത്. കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യക്ക് ശ്രീഹരിക്കോട്ട മാത്രമാണുള്ളത്. കേട്ടോ, നിങ്ങൾ തുമ്പ എന്നൊക്കെ കേൾക്കുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ എന്ന് കേൾക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ്, മിസൈൽ വിക്ഷേപണ കേന്ദ്രമാണ് നിങ്ങൾ ചാന്ദിപൂർ എന്ന് പഠിക്കുന്നത്. ചാന്ദിപൂർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ വീലർ ദ്വീപ് എന്നാണ് പേര്. വീലർ ദ്വീപ്. ആ വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേര് APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. അപ്പൊ ഇന്ത്യക്ക് ഒരേ ഒരു കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമേ ഉള്ളൂ എന്നാണ് ചുരുക്കം നമ്മൾ പറഞ്ഞത്. അത് ശ്രീഹരിക്കോട്ടയാണ്. അതിന്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അപ്പോൾ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 എന്ന് വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. പഠിച്ചിരിക്കേണ്ട ഡേറ്റ് ആണ്. 2023 ജൂലൈ മാസം 14 തീയതി. 2023 ജൂലൈ മാസം 14 തീയതി. ജൂലൈ 4 അല്ല, 14. ജൂലൈ 4 സിനിമ. ഇത് ജൂലൈ 14. ശ്രദ്ധിക്കണം, ഡേറ്റ് പഠിക്കണം. 2023 ജൂലൈ മാസം 14 തീയതി ചന്ദ്രയാൻ 3 ഇന്ത്യ വിക്ഷേപിച്ചു. ഇത് പിന്നീട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് തൊട്ടടുത്ത മാസം എന്ന് പറഞ്ഞപ്പോൾ 2023 ഓഗസ്റ്റ് മാസം 5 തീയതി ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് ശ്രദ്ധിച്ചോണേ. 2023 ഓഗസ്റ്റ് 5. അപ്പോൾ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് മാസം 5 തീയതി ഈ ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എത്തി. ഇനി ഇത് ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ദൗത്യം, ചന്ദ്രയാൻ 3 ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ദൗത്യം ഇന്ത്യ പരീക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ലാൻഡറിനെ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ 3ന്റെ ഒരു ലക്ഷ്യം. അപ്പോ ലാൻഡർ ചന്ദ്രയാൻ 3 ഒരു ലാൻഡർ ഉണ്ട്. ആ ലാൻഡറിനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യിക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ 3ന്റെ ലക്ഷ്യം. ഇത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തി. അപ്പോൾ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ് നടന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പഠിക്കണം. 2023 ഓഗസ്റ്റ് മാസം 23 തീയതി 2023 ഓഗസ്റ്റ് മാസം 23 തീയതി
ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അപ്പൊ ഈ 3 ഡേറ്റ് ഇവിടെ നിങ്ങൾ ഓർക്കണം അല്ലെ. എന്തൊക്കെ? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതി. 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതി. ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പൊ ഇന്ത്യ ആദ്യമായിട്ടാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് കേട്ടോ. ഇന്ത്യ ആദ്യമായിട്ട് 1, 2, 3 ചന്ദ്രയാൻ 1, 2, 3 ഈ 3 ദൗത്യങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ആ പോയിന്റ് ഓർത്തോണം. ശരി, അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനം. ഓക്കെ, ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം, അതിന്റെ പേരാണ് LVM-3M4. ഓക്കെ, എന്താണ് പേര്? LVM-3M4. ഇങ്ങനെയാണ് വാഹനത്തിന്റെ പേര് കണ്ടോ. ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളതാണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ശ്രദ്ധിച്ചോ. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനത്തിന്റെ പേര് ശ്രദ്ധിക്കണം. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 എന്നാണ് ഇതിന്റെ പേര്, ഈ വാഹനത്തിന്റെ പേര്. ഓക്കെ, ഇത് GSLV എന്ന വാഹനത്തിന്റെ മറ്റൊരു പേരാണ്. GSLV മാർക്ക് 3 എന്ന വാഹനത്തിന്റെ പുതിയ പേരാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 എന്ന് പറയുന്നത്. ഓക്കെ, GSLV മാർക്ക് 3. ഈ GSLV മാർക്ക് 3 ഒക്കെ വരുന്ന ഒരു ഭാഗത്ത് നമ്മൾ പറയും കേട്ടോ. GSLV മാർക്ക് 3. GSLV എന്ന് പറഞ്ഞാല് ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നായിരുന്നു. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, അപ്പൊ ഇതെന്തിനാണെന്ന് ചോദിച്ചാല് ISROയുടെ ഭാരം കൂടിയ കൃത്രിമ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന വാഹനമാണ് GSLV മാർക്ക് 3 കേട്ടോ. ഭാരം കൂടിയ കൃത്രിമ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന ISROയുടെ വാഹനത്തിന്റെ പേരാണ് GSLV മാർക്ക് 3. അപ്പൊ ഈ GSLV മാർക്ക് 3യെ വിളിച്ചു ബാഹുബലി എന്ന് വിളിച്ചു അല്ലെ. ബാഹുബലി സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ബാഹുബലിക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാഹുബലി ഇങ്ങനെ വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ബാഹുബലി എന്ന് വിളിച്ച വാഹനമാണ് GSLV മാർക്ക് 3. അതിന്റെ പുതിയ പേരാണ് LVM-3M4, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോണം. വേറൊരു വാഹനം ഇന്ത്യക്കുണ്ട്, അതിന്റെ പേര് PSLV എന്നാണ്. PSLV എന്ന് പറഞ്ഞാല് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. മറ്റ് ദൗത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ PSLVയെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കും. പിന്നെ ഈ അടുത്തിടയ്ക്ക് വികസിപ്പിച്ച വേറൊരു വാഹനം ISROയ്ക്കുണ്ട്, അതിന്റെ പേര് SSLV എന്നാണ്. SSLV എന്ന് പറഞ്ഞാല് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞാല് ഭാരം കുറഞ്ഞ കൃത്രിമ ഉപഗ്രഹങ്ങളെ ചിലവ് കുറഞ്ഞ രീതിയിൽ വിക്ഷേപിക്കുന്നതിനായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത വാഹനമാണ് SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 2 ദൗത്യങ്ങൾ അതിനകത്ത് പ്രധാനമായും നടന്നിരിക്കുന്നത് SSLV D1 SSLV D2. ഈ 2 ദൗത്യങ്ങളാണ് SSLV ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പറയാം അതിനെക്കുറിച്ച്. ഓക്കെ, PSLV ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ചന്ദ്രയാൻ 1 ഒക്കെ വിക്ഷേപിക്കുന്നത് PSLV ഉപയോഗിച്ചായിരുന്നു 2008. നമുക്ക് വരുമ്പോൾ അതിനെ കുറിച്ച് പറയാം. ഈ 3 വാഹനങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോണം. ഏത്? GSLVയുടെ ഇപ്പോഴത്തെ പേര് LVM-3M4 എന്നാണെന്നും PSLV എന്നൊരു വാഹനമുണ്ട്, അതിന്റെ പേര് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. SSLV എന്നൊരു വാഹനമുണ്ട്, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അത് മനസ്സിലിരിക്കട്ടെ. തിരിച്ചു വരാം. അപ്പോ വാഹനത്തിന്റെ കാര്യത്തിൽ അവിടെ നമുക്കൊരു തീരുമാനമായി അല്ലെ. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 കേട്ടോ. M4 എന്നുകൂടെ ഉണ്ട് കേട്ടോ. മിഷൻ 4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അങ്ങനെ ചന്ദ്രയാൻ 3 ഇന്ത്യ വിക്ഷേപിച്ചു അല്ലെ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന പേടകത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ചന്ദ്രയാൻ 3യിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് I feel lunar gravity. ഇതായിരുന്നു ചന്ദ്രയാൻ 3യിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം. I feel lunar gravity എന്നുള്ളത്.
ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചന്ദ്രയാൻ 3യിൽ നിന്ന് ഇന്ത്യക്ക് ഒരു മെസ്സേജ്, ഒരു സന്ദേശം ലഭിച്ചു. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം ഏത്? ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഇന്ത്യ I reached my destination. India, I reached my destination and you too എന്നുള്ളതായിരുന്നു. ഇന്ത്യ I reached my destination and you too. ഇന്ത്യ, ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തി, നീയും. ഇന്ത്യ I reached my destination and you too. കേട്ടോ, ഭാവിയിൽ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ വിടും എന്ത്? ഫ്രണ്ട്സ്, I reached my destination എന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടാം. പോട്ടെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചോ കേട്ടോ. ഇന്ത്യ I reached my destination and you too. ഇത് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം. ഇത് ചന്ദ്രയാൻ 3യിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം. ഏത്? I feel lunar gravity. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഞാനിവിടെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ഡേറ്റ് നിങ്ങൾ അവിടെ ഓർത്തോണം. ഓഗസ്റ്റ് 23. ഈ 23 ഒരുമിച്ച് ഓർക്കാമെങ്കിൽ എളുപ്പമാകും. 2023 ഓഗസ്റ്റ് 23. ഈ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു? സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. സ്പേസ് ഡേ, ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ലോക ബഹിരാകാശ ദിനം എന്നൊരു ദിനമുണ്ട്. അത് ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ലോക ബഹിരാകാശ ദിനം. ഇത് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 എന്നുള്ളത് ഓർക്കുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇവിടെ ഓർമ്മയുണ്ടല്ലോ, ചാന്ദ്രദിനം ജൂലൈ 21. അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ 21. ഇത് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ലോക ബഹിരാകാശ ദിനം ഏപ്രിൽ 12. ദിനങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക കേട്ടോ. ശരി, ഇനി അടുത്തത്, ഞാൻ പറഞ്ഞു ചന്ദ്രനിൽ ഇന്ത്യ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തി. അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെ. ഈ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ചോദ്യമായിട്ട് വരാം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം, റഷ്യയാണ് അങ്ങനെ ഒരു ദൗത്യം ആദ്യമായി നടത്തുന്നത്. റഷ്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം റഷ്യയാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം റഷ്യയാണ്. 2ാമത്തെ രാജ്യം അമേരിക്കയാണ്. 2ാമത്തെ രാജ്യം അമേരിക്ക. ഈ ബഹിരാകാശ ശാസ്ത്രം, സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുമ്പോൾ സ്പേസ് സയൻസിലെ വലിയ 2 ശക്തികളാണ് അമേരിക്കയും റഷ്യയും. ഇവരാണ് ആദ്യത്തെ ദൗത്യങ്ങൾ, അല്ലെങ്കിൽ ഇവര് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരീക്ഷണങ്ങളൊക്കെ മിക്കവാറും നടത്തിയിരിക്കുന്നത് റഷ്യയും അമേരിക്കയുമാണ്. അപ്പോൾ ഈ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം റഷ്യയും, 2ാമത്തെ രാജ്യം അമേരിക്കയും, 3ാമത്തെ രാജ്യം ചൈനയുമാണ്. 3ാമത്തെ രാജ്യം ചൈനയുമാണ്. ഇവർക്ക് ശേഷം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവർക്ക് ശേഷം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം അത് ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് എന്ന കാര്യം കൂടെ നിങ്ങൾ അവിടെ ഓർത്തോണം. ശരി, അപ്പൊ ആ ഒരു ഭാഗം അവിടെ ക്ലിയർ ആയി. ഇനി അടുത്തത്, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി അല്ലെ. ഓഗസ്റ്റ് മാസം 23-ാം തീയതി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം, ആ ഒരു സ്ഥലത്തിന്, ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത്. അപ്പോ ചന്ദ്രയാൻ 3യിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ചോദിക്കാം,
ചോദിക്കാം. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ചന്ദ്രയാൻ 3യില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന്റെ പേര് എങ്ങനെ അറിയപ്പെടും? ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്ന് അറിയപ്പെടും. ഈ പോയിന്റ് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ പറയും. കാരണം ചന്ദ്രയാൻ 1ലും ഈ പറയുന്ന ക്രാഷ് ലാൻഡിംഗ് നടക്കുന്നുണ്ട്, ചന്ദ്രയാൻ 2ൽ ക്രാഷ് ലാൻഡിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഒക്കെ പോയിന്റുകൾക്ക് ഓരോ പേരുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വരുമ്പോൾ ഞാൻ ഈ പോയിന്റ് ഒന്നുകൂടെ പറയും. ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം, ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. അപ്പോ ചന്ദ്രയാൻ 2വിന്റെ കാര്യത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ചന്ദ്രയാൻ 2വിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ചന്ദ്രയാൻ 2വിനെ കുറിച്ച് പറയുമ്പോൾ ഒരു രംഗമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ISROയുടെ ചെയർമാനെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും ചന്ദ്രയാൻ 2വിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം അതിനകത്ത് ഇന്ത്യ 100% അവിടെ ഒരു വിജയം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. അതിനകത്ത് ചെറിയൊരു പാളിച്ച അവിടെ സംഭവിച്ചു അല്ലെ. അപ്പോ ഈ പറയുന്ന സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാനായിട്ടാണ് ചന്ദ്രയാൻ 2വിലും ഇന്ത്യ ശ്രമിച്ചത്. പക്ഷെ അതവിടെ സംഭവിച്ചില്ല. അപ്പൊ ഇവിടെ ഈ ചന്ദ്രയാൻ 3യില് സോഫ്റ്റ് ലാൻഡിങ്ങിനായിട്ട് ഇന്ത്യ ശ്രമിച്ചു, വിജയിച്ചു. അവസാനത്തെ 15 മിനിറ്റ്, അതായത് സോഫ്റ്റ് ലാൻഡിങ്ങിന് മുമ്പുള്ള അവസാനത്തെ 15 മിനിറ്റിനെ ISROയുടെ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് 15 മിനിറ്റ് ഓഫ് ടെറർ എന്നുള്ളതായിരുന്നു. 15 മിനിറ്റ് ഓഫ് ടെറർ ആയിട്ടുള്ള 15 മിനിറ്റ് 15 മിനിറ്റ് ഓഫ് ടെറർ ആണ്. ടെറർ കേട്ടോ. നമ്മുടെ ലക്ഷ്യം കണക്കാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അയ്യോ ചങ്കെടുപ്പ്. 15 മിനിറ്റ് ഓഫ് ടെറർ ഓർത്ത് വെച്ചോ. 15 മിനിറ്റ് ഓഫ് ടെറർ കേട്ടോ. നമ്മുടെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? പരീക്ഷ എടുത്തോണ്ടിരിക്കുക, ടെറർ അങ്ങനെ വല്ലതും ഉണ്ടോ? ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വരും. ശരി, ശ്രദ്ധിക്കൂ. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അല്ല, പോട്ടെ, എന്തായാലും തിരിച്ചെത്തിരിക്കും. ഇനി അടുത്തത്, നമ്മൾ ലാൻഡ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി എന്ന് പറയുന്നുണ്ട്. ലാൻഡറിനൊരു പേരുണ്ട്. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേരാണ് വിക്രം എന്ന് പറയും. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേരാണ് വിക്രം എന്ന് പറയും. വിക്രം സാരാഭായി എന്നുള്ള ആദര സൂചകമായിട്ടാണ് വിക്രം എന്ന പേര് നൽകുന്നത്. അപ്പൊ ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേര് എന്താ? പരീക്ഷയ്ക്ക് ചോദ്യം വരാം. വിക്രം എന്നാണ് ആ ലാൻഡറിന്റെ പേര്. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേരാണ് വിക്രം. പഠിച്ചോണം, വിക്രം. ലാൻഡർ പോലെ തന്നെ റോവർ ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. റോവർ ഉണ്ട്. ചന്ദ്രയാൻ 3യിൽ ലാൻഡർ ഉണ്ട്, ഓക്കെ ആണ്. അതുപോലെ ചന്ദ്രയാൻ 3യിൽ എന്തുണ്ട്? റോവർ ഉണ്ട്. ചന്ദ്രയാൻ 3യിലെ റോവറിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ റോവറിന്റെ പേരാണ് പ്രഗ്യാൻ എന്നാണ് പേര്. പ്രഗ്യാൻ. അപ്പോ ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേരായി, റോവറിന്റെ പേരായി. ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്, റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. 2 പോയിന്റ് അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗങ്ങള് ചന്ദ്രയാൻ 3നെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. ഇനി നമുക്കൊരു ഭാഗം കൂടെ, കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അത് അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് പറയാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.